ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, തൈര് മാങ്ങാക്കറി. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു സൂപ്പർ കോംബോ ആണ്. അതുപോലെ സദ്യയ്ക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടി വിളമ്പാവുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ തൈര് മാങ്ങാക്കറി കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തൈര് മാങ്ങാക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി പച്ചമാങ്ങ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങയാണെങ്കിൽ അതിന് തോലിനധികം കട്ടിയൊന്നും ഇല്ലെങ്കിൽ തോല് ചെത്തേണ്ട ആവശ്യം തന്നെയില്ല. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെറുതായി ചെത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിക്കിളിനൊക്കെ അരിയുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മളിവിടെ മാങ്ങയെല്ലാം നന്നായിട്ട് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാങ്ങയിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് ജിഞ്ചിരി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു 2-3 തണ്ട് വേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ മൂത്ത് കിട്ടുവേ. അപ്പോൾ ആ വേപ്പിലയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർക്കാനുണ്ട്. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ തന്നെ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാതെ വളരെ സിമ്മിൽ വെച്ച് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2 പൊടികൾ ഒട്ടും തന്നെ കൂടിപ്പോകാതെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് വറുത്ത് പൊടിച്ച മിക്സാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പ് പുരട്ടി മാറ്റി വെച്ചിരുന്ന മാങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാങ്ങയും മസാലയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം മാങ്ങ മിക്സ് ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തത്, ഇതിലേക്ക് കട്ടകളൊന്നുമില്ലാതെ ബീറ്റ് ചെയ്തെടുത്തത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അളവ് മാങ്ങയിലേക്ക് 1 കപ്പ് തൈര് ഒഴിക്കുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ തൈരും മാങ്ങയും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത്. നമുക്ക് ഒരുപാട് നാളൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. ഒരു 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും. ഒരുപാട് നാളേക്ക് തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സദ്യയ്ക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഈ തൈര് മാങ്ങാക്കറി. ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു തൈര് മാങ്ങാക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.